ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മൾ അവൽ മിൽക്കൊക്കെ പുറത്തു പോയല്ലേ കഴിക്കാറുള്ളത്. അപ്പോൾ ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുറഞ്ഞ ചേരുവകൾ മാത്രം മതി ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. റെസിപ്പിയിലേക്ക് പോകും മുൻപ് നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ കാണുന്ന ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. എങ്കിലും ഞാൻ അയക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം നമുക്കിതിലേക്ക് വേണ്ടുന്ന അവലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് 1/2 കപ്പ് അവൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മട്ടേരിയുടെ അവലാണ് എടുത്തിട്ടുള്ളത്. ഇതെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 5 ചെറുപഴമാണ്. നമ്മൾ ഇതിലേക്ക് നേന്ത്രപ്പഴം ഒന്നും എടുക്കരുത്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇതുപോലൊരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ടോ ഒന്ന് ഉടച്ചെടുത്താൽ മതി. മിക്സിയിലിട്ട് ഇത് അടിച്ചെടുക്കരുത്. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലൊരു 5 രൂപയുടെ ഹോർലിക്സ് ആണ്. ഇപ്പം നിങ്ങൾക്ക് ഹോർലിക്സിന് പകരം ബൂസ്റ്റ് ആയാലും എടുത്താൽ മതി. ഈ ഒരു പാക്കറ്റ് മുഴുവനായി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം 1 കപ്പ് നല്ല തണുത്ത പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ കുറച്ച് കപ്പലണ്ടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ റോസ്റ്റ് ചെയ്തിട്ടുള്ള കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ റോസ്റ്റ് ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവൽ നേരത്തെ റോസ്റ്റ് ചെയ്തില്ലേ, അതുപോലെ പാനിലിട്ട് കുറച്ചൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവൽ കൂടി ഈ സമയം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അവൽ മിൽക്ക് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ അന്നേരം തന്നെ ഇത് സെർവ് ചെയ്യണം. കുറച്ചു നേരം വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഈ അവലൊക്കെ അങ്ങ് കുതിർന്നു പോകും. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കപ്പലണ്ടി കൂടി വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ അവൽ മിൽക്ക് റെഡിയാണ്. ഇതുവരെയും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ. നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്